പിണറായി വിജയന്റെ കുന്തളിപ്പ് തീരുന്നു. മുഖ്യമന്ത്രിയായിരിക്കെ നമുക്കറിയാമല്ലോ പിണറായി വിജയൻ യാത്ര ചെയ്തത് എങ്ങനെയാണെന്ന്. ഏതാണ്ട് 40ഓളം വരുന്ന വാഹനങ്ങളുടെ അകമ്പടി, ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ. ആംബുലൻസ് പൊക്കോട്ടെ, മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആംബുലൻസിൽ കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹത്തിൽ നിന്ന് നമുക്ക് തൽക്കാലത്തേക്ക് ആംബുലൻസിനെ ഒഴിവാക്കാം. എങ്കിൽ പോലും ഈ 10-40 വണ്ടി എന്തിനാണ് അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് എന്നുള്ള ചോദ്യമായിരുന്നു അന്ന് ഉയർത്തിയിരുന്നത്. മാത്രമല്ല, ഈ ഇത്രയും വണ്ടികളിലായി ഏതാണ്ട് 50ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥരടങ്ങുന്ന വലിയ ഒരു ഉത്സവം കടക്കുകയാണ് പിണറായി വിജയൻ യാത്ര ചെയ്തത്. ജനങ്ങളെ മുഴുവൻ വകഞ്ഞു മാറ്റി, റോഡിൽ നിൽക്കുന്ന സാധാരണക്കാരെ മുഴുവൻ വകഞ്ഞു മാറ്റിക്കൊണ്ട് റോഡുകൾ സ്തംഭിപ്പിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയൻ നമ്മുടെ സാധാരണക്കാരൻ്റെ നെഞ്ചിൽ കൂടി ഇങ്ങനെ വിലസിയത്. പിന്നെന്തെല്ലാമാണ് അദ്ദേഹം ചെയ്തത് എന്ന് നമുക്കറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലെ 1-ാം നിലയിൽ നിന്നും 2-ാം നിലയിലേക്ക് കയറാനായി ഒരു ലിഫ്റ്റ് വെച്ചു. എത്ര രൂപ ആണ് മുടക്കിയത്? പൊതുഖജാവിൽ നിന്ന് 30 ലക്ഷം രൂപ. താഴത്തെ നിലയിൽ നിന്ന് ഒരു 4-5 പടി കയറിയാൽ 2-ാമത്തെ നിലയെത്തും. എന്നാൽ ആ പടി കയറാൻ മടികൊണ്ട്, ആ പടി കയറാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നികുതി പണത്തിൽ നിന്നും 30 ലക്ഷം രൂപ മുടക്കി ഔദ്യോഗിക വസതിയിൽ ഈ ലിഫ്റ്റ് വെച്ചത്. അവിടെ കൊണ്ടും തീർന്നില്ല. നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, നവകേരള സദസ് എന്ന പേരിൽ അദ്ദേഹം കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ. ഒരു ബസ്സിൽ യാത്ര ചെയ്യാനായിരുന്നു അന്ന് പിണറായി വിജയന്റെയും മന്ത്രിസഭയുടെയും തീരുമാനം. പിണറായി വിജയനും മന്ത്രിമാരും യാത്ര ചെയ്ത ആ ബെൻസ് വണ്ടിയുടെ, ആ ബസ്സിന്റെ പടി ഇറങ്ങാനും കയറാനും പിണറായി വിജയൻ താല്പര്യപ്പെട്ടില്ല. 2-3 പടികളേ ഉള്ളൂ. അത് ഇറങ്ങി വരാൻ 80 വയസ്സുള്ള പിണറായി വിജയന്, 80 ഇപ്പോൾ ഏതാണ്ട് 82 വയസ്സാകുന്നു, ആ പിണറായി വിജയന് അന്ന് നിഷ്പ്രയാസം കഴിയും. എന്നാൽ അദ്ദേഹം അതിന് തുനിയാതെ 2-3 സ്റ്റെപ്പ് ഇറങ്ങാനുള്ള മടി കാരണം, 2-3 സ്റ്റെപ്പ് തിരിച്ചു കയറാനുള്ള മടി കാരണം നവകേരള ബസ്സിൽ ലിഫ്റ്റ് വെച്ചു. എത്ര രൂപയാണ് ലിഫ്റ്റ് വെച്ചതിൻ്റെ പണം? 10 ലക്ഷം രൂപ. ഇവിടെ നിന്നാണ് 10 ലക്ഷം രൂപ എടുത്തത്? പൊതു ഖജനാവിൽ നിന്ന്. അങ്ങനെ ബസ്സിന്റെ 2-3 പടി കയറാൻ വേണ്ടി 10 ലക്ഷം രൂപ മുടക്കിയ ആളാണ് പിണറായി വിജയൻ. നമുക്ക് ആ ലിഫ്റ്റ് കണ്ടിട്ട് വരാം. ആ ലിഫ്റ്റിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹം കയറി ഇറങ്ങിയത് എന്ന് നമുക്ക് കാണാം. ഇവിടം കൊണ്ടും തീർന്നില്ല പിണറായി വിജയന്റെ അഹങ്കാരം. ഈ കേരള യാത്ര, നവകേരള യാത്രയ്ക്ക് വേണ്ടി, ഈ ബസ് കയറാൻ വേണ്ടി, ഈ ബെൻസ് ബസ് കയറാൻ വേണ്ടി 23 സ്കൂളുകളുടെ മതിലുകളാണ് ഭാഗികമായി പൊളിച്ചു മാറ്റിയത്. അതായത് ബസ് വേണമെങ്കിൽ സ്കൂളിന്റെ പരിപാടി നടക്കുന്ന സ്കൂളിന്റെ വാതിക്കൽ നിർത്താം. അവിടെ നിന്നും അദ്ദേഹത്തിന് ഈ ബസിന്റെ 2-3 പടിയിറങ്ങി സ്കൂളിലെ വേദിയിലേക്ക് നടന്നു പോകാവുന്നതേ ഉള്ളൂ. ഏതാണ്ട് 100-300 മീറ്റർ മാത്രമേ നടക്കേണ്ടതുള്ളൂ. പക്ഷെ അതുപോലും പറ്റാതെ വേദിക്ക് അടുത്ത് തന്നെ ഇറങ്ങണം എന്നുള്ള നിർബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ 23 സ്കൂളുകളുടെ മതിലുകൾ ഭാഗികമായി തകർത്തത്. അങ്ങനെ തകർത്ത പിണറായി വിജയൻ, നമ്മൾ വിചാരിക്കും, അദ്ദേഹത്തിന്
പ്രായമായി 10-82 വയസ്സുള്ള ആളല്ലേ, അദ്ദേഹത്തിന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, അദ്ദേഹത്തിന് പടി കയറാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെയാണ് നമ്മൾ വിശ്വസിച്ചത് എങ്കിൽ തെറ്റി. കഴിഞ്ഞ ദിവസം അദ്ദേഹം വിഴിഞ്ഞം പോർട്ടിലെ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവാണല്ലോ ഇപ്പോൾ പിണറായി വിജയൻ. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വാക്കൗട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. ആ വാക്കൗട്ട് എങ്ങനെയാണ്, ആ വാക്കൗട്ടിന് ശേഷം എങ്ങനെയാണ് പിണറായി വിജയൻ നടന്നു വന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. 30 പടികൾ കയറി ഇറങ്ങിയാണ് പിണറായി വിജയൻ ആ വാക്കൗട്ടിന് ശേഷം സഭയ്ക്ക് പുറത്തു വന്നതും തിരിച്ച് കയറിയതും. 30 പടി കയറാൻ 30 പടി ഇറങ്ങാൻ അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. കേരള യാത്രയുടെ ബസ്സിന്റെ 2-3 പടി ഇറങ്ങാനും കയറാനും പ്രയാസമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ബസ്സിന് ലിഫ്റ്റ് വെച്ചത്. അതേ പിണറായി വിജയൻ ഇതാ വരുന്നു, കൂളായി നടന്ന് എത്ര പടികൾ, നിയമസഭയുടെ 30 പടികൾ ഇതാ ഇറങ്ങി വരുന്നു. തിരിച്ചു കയറിയതും 30 പടികൾ. അങ്ങനെ തിരിച്ചിറങ്ങാനും കയറാനുമായി 60 തവണ അദ്ദേഹം ആ പടികൾ ഉപയോഗിച്ചു. യാതൊരു പ്രശ്നവുമില്ല, യാതൊരു പ്രശ്നവുമില്ല. ഇനി ആ പടികൾ ഇറങ്ങി ആ നിയമസഭയുടെ വാതിക്കലേക്ക് വരണമെങ്കിൽ എത്ര മീറ്റർ നടക്കണം? ഏതാണ്ട് 300ഓളം മീറ്റർ നടക്കണം. അവിടെയും അങ്ങനെ അദ്ദേഹം നടന്നു വന്നു. അതായത് 30 പടികൾ യാതൊരു പ്രയാസവുമില്ലാതെ അനായാസം നടന്നു വന്ന് 300 മീറ്റർ മാറി മീഡിയയുടെ മുമ്പിൽ വന്നപ്പോൾ നമ്മൾ വിചാരിക്കും ഇനി പിണറായി വിജയൻ പ്രായാധിക്യം കൊണ്ട് കിതച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് പറയാൻ കഴിയില്ല എന്ന്. പക്ഷെ ഒന്നുമില്ല. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നല്ല പയറ് പോലെ, ഒരു അണപ്പുമില്ലാതെ, ഒരു കിതപ്പുമില്ലാതെയാണ് അദ്ദേഹം മീഡിയയോട് സംസാരിച്ചത്. ആ വാക്കുകൾ: ഈ നടപടിക്രമത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾ ഇത് പ്രതിഷേധിച്ചുകൊണ്ട് ഈ ഘട്ടത്തിൽ ബഹിഷ്കരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് 2026 കേരള സർക്കാരിന്റെ 3-ാം നമ്പർ ബിൽ അവതരിപ്പിക്കാവുന്നതാണ്. ഈ ബില്ല് ഇങ്ങനെ പാസ്സാക്കി എടുത്താൽ നിയമപരമായിട്ട് അവർക്കൊരു അവകാശം കൊടുക്കലാണ് അതിന്റെ ഭാഗമായിട്ട് നടപടികൾ സ്വീകരിക്കുന്നതിന്. എന്നാൽ അവർക്ക് അവകാശം കൊടുക്കുന്നതിനേക്കാളും ഇവർക്ക് താല്പര്യമാണല്ലോ ഇത് നടപ്പാക്കാൻ. അതുകൊണ്ടാണല്ലോ ഇത്ര വാശിയോടെ നടപ്പാക്കാൻ പുറപ്പെടുന്നത്. ഇതാണ് പിണറായി വിജയൻ. യാതൊരു തരത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളും നിലവിൽ ഇല്ല എന്നിരിക്കെ, അല്ലെങ്കിൽ ഈ 30 പടിക്കെട്ട് എങ്ങനെ ഇറങ്ങും? 3 പടി കയറാൻ മടിച്ച, ബസ്സിന്റെ 3 പടി കയറാൻ മടിച്ച ആളിപ്പോൾ 30 പടികൾ ഇറങ്ങിയിരിക്കുന്നു, 30 പടികൾ തിരിച്ച് കയറിയിരിക്കുന്നു. ഇതെങ്ങനെ സാധിക്കുന്നു? ഇത് ആ ബസ്സിന്റെ കാര്യത്തിൽ കാണിച്ചിരുന്നുവെങ്കിൽ, ഇത് ഈ ലിഫ്റ്റിന്റെ കാര്യത്തിൽ കാണിച്ചിരുന്നുവെങ്കിൽ പിണറായി വിജയന് ഇപ്പോൾ കയ്യടി കിട്ടിയേനെ. പക്ഷെ ഇപ്പോൾ പിണറായി വിജയനെ എല്ലാവരും നിർത്തി ചോദ്യം ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അന്ന് കേരള യാത്രയുടെ ബസ്സിന് 2-3 പടികൾ കയറാൻ 10 ലക്ഷം രൂപ പൊതു ഖജനാവിൽ നിന്ന് ചെലവിട്ട്, 10 ലക്ഷം രൂപ എന്ന് ആലോചിച്ച് നോക്കുക. ഒരു ലിഫ്റ്റ് വെക്കാൻ, ബസ്സിന് ഒരു ലിഫ്റ്റ് വെക്കാൻ 2-3 പടി കയറാൻ ഉള്ള മടിക്ക് അതിന് പകരം ആർഭാടമായി രാജാവിനെ പോലെ, ചക്രവർത്തിയെ പോലെ തനിക്ക് അങ്ങനെ കയറി സുഖിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഈ 10 ലക്ഷം രൂപ മുടക്കിയത്. ഔദ്യോഗിക വസതിയിലാകട്ടെ 30 ലക്ഷം രൂപയ്ക്കാണ് 7-8 പടി കയറാൻ വേണ്ടി, അല്ലെങ്കിൽ പോകട്ടെ 10 പടി കയറാൻ വേണ്ടി ഈ 23 ലക്ഷം രൂപയുടെ ലിഫ്റ്റ് വെച്ചത്. അതേ പിണറായി വിജയനാണ് ഈ 30 പടികൾ നിയമസഭയുടെ അനായാസമായി നടന്നു വന്ന് വീണ്ടും 300 മീറ്റർ നടന്നു വന്ന് മീഡിയയോട് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എവിടെയാണ് പ്രശ്നം? ഇവിടെ അഹങ്കാരമാണ് പ്രശ്നം. അഹങ്കാരമാണ് പ്രശ്നം, അല്ലാതെ ആരോഗ്യമല്ല. അഹങ്കാരം മാത്രമാണ് പിണറായി വിജയനെ ലിഫ്റ്റിൽ കയറ്റിയതും പിണറായി വിജയനെ ഇപ്പോൾ ഈ ഒരു പടി ഇറക്കിച്ചതും അഹങ്കാരം കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് നിയമസഭയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലിഫ്റ്റും വേണ്ട, ഒരു കുന്തവും വേണ്ട, തന്നെ നടന്നു വരാം, ഒരു പ്രശ്നവുമില്ല. ഇതാണ് പിണറായി വിജയന്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്.
പറയുന്നത്. പാറശാല മുതൽ കാസർഗോഡ് വരെ തെരഞ്ഞെടുപ്പിന് അദ്ദേഹം വെച്ച ഏക ബോർഡ്, അദ്ദേഹത്തിന്റെ തല, എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്ന നിലയിൽ അദ്ദേഹം വെച്ച ഹോർഡിങ്സുകളുണ്ടല്ലോ, അതിന് മുടക്കിയത് എത്രയാണ്? 247 കോടി രൂപയാണ്. അങ്ങനെ ഭരണം കിട്ടിയപ്പോൾ അർമാദിച്ച, ഭരണത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് വാണ 10 വർഷം ചക്രവർത്തിയെ പോലെ വാണ ഇതാ പിണറായി വിജയൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഒരു സാധാരണക്കാരനെ പോലെ ആ പടിയിറങ്ങി വന്ന് മര്യാദയ്ക്ക് സംസാരിക്കുന്നു. ഇതാണ് ജനങ്ങൾ താങ്കളിൽ നിന്നും കഴിഞ്ഞ 10 വർഷം പ്രതീക്ഷിച്ചത്. പക്ഷേ അങ്ങനെയല്ല താങ്കൾ പെരുമാറിയത്. താങ്കൾ അഹന്തയോടുകൂടി പെരുമാറിയത് കൊണ്ടാണ് ഈ ലിഫ്റ്റ് വെച്ച് കളിച്ചത്. ഇപ്പോൾ ലിഫ്റ്റുമില്ല, ഒരു കുന്തവുമില്ല, ഒരു കുടച്ചക്രവുമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.